ഫ്രണ്ട്സ്, നമ്മളിവിടുന്ന് പോവാണ്. റെഡിയാണ്. എയർപോർട്ടിൽ പോയിട്ട് കാണാം. ഫ്രണ്ട്സ്, ഈ കാണുന്ന കപ്പ് പോലത്തെ സംഭവമില്ലേ, ഇത് ഇവിടുത്തെ വാട്ടർ ടാങ്കാണ്. അതായത് നമ്മുടെ ഏഷ്യൻ ഗെയിംസിൻ്റെ ആ ടൈമിൽ ഒരു പെയിൻറ്റ് ചെയ്ത ആ ഒരു സംഭവമാണ്. ഇന്നും ആ പെയിൻറ്റിങ്സ് ഒന്നും മാറ്റാതെ അതേ സംഭവം നല്ല മങ്ങളൊന്നും ഇല്ലാതെ നിൽക്കുന്നുണ്ട്. നല്ല രസമാണ് കാണാൻ വേണ്ടി. നമ്മളൊരു എന്താ പറയുക, ട്രോഫിയുടെയൊക്കെ ഒരു ചായ ഉണ്ട് ഇതിന്. വാട്ടർ ടാങ്കാണിത്. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ ഇതുവഴി പോയത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ എയർപോർട്ടിൽ പോണ വഴിക്ക് നമ്മൾ പമ്പിൽ കയറി എണ്ണ അടിച്ചു. അതിന് ശേഷം നമ്മളിപ്പോൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൊർണിഷിൽ കൂടെ കയറിയാണ് നമ്മൾ പോകുന്നത്. അങ്ങനത്തെ അവിടുത്തെ ഓരോ വഴി റോഡുകൾ അതിൻ്റെ സൈഡൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത്. നല്ല രസമല്ലേ ഫ്രണ്ട്സ്? അങ്ങനെ ഫ്രണ്ട്സ്, ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ട്. നമ്മൾ എയർപോർട്ട് എത്താറായപ്പോൾ കണ്ടൊരു സീനാണിത്. നല്ലൊരു വ്യൂ തന്നെയായിരുന്നു. ഫ്രണ്ട്സ്, നമ്മൾ എയർപോർട്ടിലേക്ക് എത്താൻ വേണ്ടി പോവാണ്. അവിടെ വെച്ച് കണ്ട പ്ലെയിനാണ്. നമ്മൾ പാർക്കിങ്ങിലേക്ക് കയറി കഴിഞ്ഞു. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ചെക്ക് ഇൻ കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇനി നമുക്ക് താഴേക്ക് പോകണം. ആദ്യമേ ഞാൻ സോറി പറയുകയാണ് ഫ്രണ്ട്സ്. കാര്യം നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കുള്ളൊരു വീഡിയോസൊന്നും എടുക്കാനുള്ള മൂഡുണ്ടായില്ല. അതുകൊണ്ട് അതിനിടയ്ക്കുള്ള വീഡിയോസൊന്നും എടുത്തില്ല ഫ്രണ്ട്സ്. ചെറിയ കരച്ചിൽ അങ്ങനെ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. സോ ഫ്രണ്ട്സ്, നമ്മളിപ്പം താഴേക്ക് പോവാണ്. ഈ ഇരിക്കുന്നൊരു ബിയർ, അതിനെ പറയുന്നതാണ് ലാം ബിയർ എന്നാണ് പറയുന്നത്. ഇത് നല്ല ഫേമസ് ആണ്. ഇവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു ബിയറാണ്, ലാം ബിയറാണ്. അങ്ങനെ നമ്മൾ നടക്കാൻ വേണ്ടി തീരുമാനിച്ചു. നമുക്ക് ഒരുപാട് ടൈം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് മെട്രോയിലോ അല്ലെങ്കിൽ ഇല്ല ഒരു ടാക്സി പോലത്തെ സംഭവമല്ലേ, അതിലേക്ക് നമുക്ക് പോകാമായിരുന്നു. പക്ഷെ നമ്മൾ ഒരുപാട് നേരം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു നടന്നു പോവാം. നമുക്ക് നമ്മുടെ ഗേറ്റ് C27 ആയിരുന്നു. അങ്ങനെ നമ്മൾ നടക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങ് അറ്റം വരെ നടന്നു ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ ഫൈനലി താഴെ എത്തിയിട്ട് നമ്മളൊരു 10-20 മിനിറ്റ് ഇരിക്കേണ്ടി വന്നു. അങ്ങനെ നമ്മൾ ബസ്സിലാണ് ഇപ്പോൾ പോകുന്നത്. ഇവിടെ നല്ല സീനൊക്കെ ഉണ്ടായിരുന്നു. പപ്പുവിന് ഇവിടോട്ട് പോകാൻ മനസ്സേ ഇല്ല ഫ്രണ്ട്സ്. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കോബസ് 3000 നിൽക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ശ്രദ്ധിച്ചാണ് ഈ കിടക്കുന്ന ഫ്ലൈറ്റ് ഇതിലല്ല നമ്മൾ പോകുന്നത്. പക്ഷേ ഇതിൻ്റെ രജിസ്ട്രേഷൻ നിങ്ങൾ കണ്ടായിരുന്നു? അതിൻ്റെ രജിസ്ട്രേഷനാണ് A7BCW. അതിൻ്റെ ഫുൾ ഫോം നമ്മുടെ ബ്രാവോ ചാർലി വിസ്കി എന്നാണ്. അതായത് ഈ ഫ്ലൈറ്റിൻ്റെ രജിസ്ട്രേഷൻ അതാണ്. ഇനി നമ്മൾ പോകുന്ന ഫ്ലൈറ്റിൻ്റെ രജിസ്ട്രേഷൻ ആണെങ്കിൽ A7BCT എന്നാണ്. അതായത് ബ്രാവോ ചാർലി ടാങ്കോ എന്നാണ് ഏവിയേഷൻ കോഡിൽ പറയപ്പെടുന്നത്. അപ്പോൾ ഇത് എൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം. ഇത് ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കോഡിനെ പറ്റിയൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഫ്രണ്ട്സ്. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ നേർന്ന് ഇറങ്ങുകയാണ്. അപ്പോഴത്തേക്കും പപ്പുവിനെ എഞ്ചിൻ്റെ അടുത്തുനിന്ന് കൊണ്ടുപോയില്ല, ഇവിടെ വെച്ച് പപ്പു ഒരു പ്രാവശ്യം നോക്കിയപ്പോൾ പപ്പുവിൻ്റെ ഫോട്ടോ ഞാൻ എടുത്തായിരുന്നു. ഇവിടെ വെച്ച് അവൻ പെട്ടെന്ന് നോക്കിയ ടൈമിൽ ഫോട്ടോ ഞാൻ എടുത്തു. അങ്ങനെ നമ്മൾ കയറാൻ വേണ്ടി പോവാണ്. അത്യാവശ്യം ആൾക്കാർ നമ്മളെ ഫ്രണ്ടിലായിപ്പോയി. നമ്മൾ കുറച്ച് ലേറ്റായാണ് ഇറങ്ങിയത്. അല്ലെങ്കിൽ അതേ കയറി പോവായിരുന്നു ഫ്രണ്ട്സ്. ഇപ്പോൾ എല്ലാവരും സ്വന്തം ലഗേജൊക്കെ കയറ്റി വരുമ്പോഴത്തേക്കും താമസിക്കുന്നു. അങ്ങനെ നമ്മൾ കയറാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്. ആരും വന്നിട്ടില്ല. അധികാരം വന്നിട്ടില്ല. കുറച്ചുപേരെ കയറിയിട്ടുള്ളൂ. നമ്മൾ ഏറ്റവും ബാക്കിലാണ്. ഇവിടെ നിന്നൊരു 4ാമത്തെ സീറ്റിലാണ്. ഏറ്റവും ബാക്കിൽ 4ാമത്തെ സീറ്റ്, അതായത് ഫ്രണ്ട് നോക്കുമ്പോൾ. അങ്ങനെ ഇവിടെ കയറി പപ്പു പണി തുടങ്ങി. പപ്പു സിനിമ കാണാൻ വേണ്ടി നോക്കിയാണ്. പക്ഷെ മുഴുവൻ തീർത്ത് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ കാർട്ടൂണാണ് കേട്ടോ. ഇനി എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ കാണിച്ചു തരാം.
ഫ്രണ്ട്സ് ഫ്ലൈറ്റ് കയറിയിട്ട് ഒരു ടൈം ലാപ്സ് വീഡിയോ എടുക്കാതെ പോയാൽ പിന്നെ ശരിയാകത്തില്ലല്ലോ. അങ്ങനെ ഞാനും എടുത്തു ഒരു വീഡിയോ. പക്ഷെ നമ്മൾ നോർമൽ അല്ലെങ്കിൽ ഒരു ബോയിങ് ഫ്ലൈറ്റ് പോലെ അല്ലായിരുന്നു. മറ്റേ വിൻഡോയിലുള്ള ആ ഒരു അടപ്പില്ല, നമുക്ക് ഫോൺ വയ്ക്കാൻ പറ്റത്തില്ല, കയ്യിൽ വെച്ച് പിടിക്കേണ്ടി വന്നു. അങ്ങനെ ഒരുപാട് നേരം ടാക്സി വേയിലും റൺവേയിലും എല്ലാം പോകുന്ന ടൈമിലെല്ലാം എൻ്റെ കയ്യിലാണ് ഈ ഫോൺ ഞാൻ പിടിച്ചുകൊണ്ടിരുന്നത്. കൈ കഴിച്ചെങ്കിലും നമുക്ക് അതിൻ്റെ റിസൾട്ട് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ചിലവർക്കെങ്കിലും ബോറടിക്കാൻ ചാൻസ് ഉണ്ട് ഇത് കണ്ടിരിക്കുമ്പം. അതാണ് ഇങ്ങനെ വർത്തമാനം പറയുന്നത്. ഇവിടെ നിർത്തി നമ്മൾ ടേക്ക് ഓഫിന് വേണ്ടി പോവാണ്. ഇപ്പോൾ റൺവേയിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ രാത്രി ആയതുകൊണ്ട് കറക്റ്റ് എന്താ ക്ലിയർ ആയിട്ടില്ല, എങ്കിലും ഒരുവിധം ഒത്തിട്ടുണ്ട്. അങ്ങനെ ഫ്രണ്ട്സ് നമ്മളെ ഫ്ലൈറ്റ് പൊങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇതേ പോവാണ്. അധികം ലൈറ്റൊന്നും ഇവിടെ ഇല്ല, അതാണ് നമുക്ക് എന്തോ മനസ്സിലാത്ത പോലെ. ഇത് കുറച്ച് ഒരു പകുതിയെങ്കിലും പൊങ്ങിയതിന് ശേഷമുള്ള ഒരു വ്യൂ ആണ് ഫ്രണ്ട്സ്. പൊളി വ്യൂ ആണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓരോ വ്യൂകളും കൊണ്ട് ഞാൻ വരുന്നുണ്ട്. ഓരോ രാജ്യങ്ങളെ മണ്ടയിൽ കൂടെ പോകുമ്പോഴും അതിനെടുക്കുന്നുണ്ട്. നമ്മൾ കയറി ഏതാണ് ഒരു ഓവറായപ്പോഴത്തേക്ക് നമുക്ക് ഫുഡ് കൊണ്ടുവന്നു. നമുക്ക് ഇപ്പോൾ പ്രാവശ്യം ചിക്കൻ ബിരിയാണിയാണ് കൊണ്ടുവന്നത്. ചിക്കൻ ബിരിയാണി, പിന്നെ ഒരു പായസം പോലത്തെ സംഭവം, ഫ്രൂട്ട് കട്ടിങ്സ്, ഇതൊക്കെയായിരുന്നു കൊണ്ടുവന്ന സംഭവങ്ങൾ. പിന്നെ ഒരു കേക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ ഫ്ലൈറ്റ് ഭയങ്കര എയർ ടർബുലൻസ് ആയിരുന്നു. ആൻ്റെ സീനാണ് നിങ്ങൾ കാണുന്നത്. ഇങ്ങനെ അറ്റം വരെ ഇതായിരുന്നു പ്രശ്നം. പ്രത്യേകിച്ച് നമ്മുടെ ഈ ആറ്റിങ്ങൽ ഭാഗം, നെടുമങ്ങാട് ആ ഒരു സ്ഥലത്തെത്തിയ, നെടുമങ്ങാടല്ല ആറ്റിങ്ങൽ ഭാഗം അവിടെ എത്തിയ ടൈമിലായിരുന്നു. അങ്ങനെ ഫ്രണ്ട്സ് ഇത് നമ്മുടെ ലാൻഡിങ്ങിനുള്ള ടൈം ലാപ്സ് വീഡിയോയാണ്. ലാൻഡിങ് ടൈമിലായപ്പോൾ പപ്പു ആണ് സൈഡിൽ ഇരുന്നത്. ഇതും അത്ര ഇതായിട്ട് കിട്ടിയിട്ടില്ല, ലൈറ്റൊന്നും അധികം ഇല്ലായിരുന്നു, എങ്കിലും റിസൾട്ട് നല്ലതായിരുന്നു ഫ്രണ്ട്സ്. പിന്നെ ഫ്രണ്ട്സ് ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മൾ മഴയത്താണ് ഫ്രണ്ട്സ് ലാൻഡ് ചെയ്തത്. ആദ്യമായിട്ടാണ് മഴയത്ത് ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇറങ്ങി ഇപ്പോൾ കാറിയിരിക്കുകയാണ്. ഇടയ്ക്കുള്ളൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം ബാഗ് കിട്ടിയത് ഒരുപാട് താമസിച്ചിട്ടാണ്. അപ്പം ഇറങ്ങി ഇപ്പം ആ ഒരു വെപ്രാളത്തിലങ്ങ് ഇറങ്ങി. ഇപ്പം വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. നമ്മുടെ കാറിലാണ്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ പറയാമായിരുന്നു, നമ്മൾ ഇവിടെ ഇല്ലാത്ത നാട്ടിൽ ഇല്ലാത്ത ടൈമിൽ ഇവിടെ മഴ ഉണ്ടായില്ല. പക്ഷെ നമ്മൾ വന്നതിൻ്റെ അന്ന് ഇവിടെ മഴ പെയ്തു. നമ്മൾ അതാണ് പറഞ്ഞത് ഫ്രണ്ട്സ്, നമ്മൾ നാട്ടിൽ വന്നതിൻ്റെ അന്ന് തൊട്ട് തുടങ്ങിയ മഴയാണ് ഫ്രണ്ട്സ്. ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞാണ് എഡിറ്റ് ചെയ്യുന്നത്. അന്ന് തുടങ്ങിയ മഴയാണ്, ഇതുവരെ തീർന്നിട്ടില്ല. അങ്ങനെ ഫ്രണ്ട്സ് ഇത് പെരൂർക്കുട ആണ് ഫ്രണ്ട്സ്. നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ പപ്പു കയറിപ്പോയി. ഇപ്പോഴേ ഉറക്കം വന്നു. അങ്ങനെ വേഷം മാറാൻ വേണ്ടി കയറിപ്പോയി. എവിടെയാണെങ്കിൽ വന്നേ സുഖയാത്രയായിരുന്നു. നമ്മളാരും ഉറങ്ങിയിട്ടില്ല. പപ്പൂരുടെ അടുത്ത് സ്കൂളിൽ പോകുന്ന കാര്യം ചോദിക്കുമ്പോഴേ പോകണമെന്നാണ് പപ്പു പറയുന്നത്. എനിക്ക് ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഉച്ചവരെ ഉള്ളൂ. പപ്പുവിന് ലാസ്റ്റ് ലാൻഡിങ്ങിൻ്റെ ഒരു ടൈം ആയപ്പോൾ 20 മിനിറ്റ്സ് മുമ്പൊക്കെ ആ ഒരു ചരിഞ്ഞ സമയത്ത് പപ്പുവിന് ഭയങ്കര ചെവിവേദനയായിരുന്നു. എനിക്ക് ചെറുതായിട്ട് ജലദോഷം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വന്നത്. എനിക്ക് ചെറുതായിട്ടേ വന്നുള്ളൂ. പക്ഷെ നമ്മൾ അപ്പുറത്തിരുന്ന കുട്ടി ഭയങ്കരമായിട്ട് ചെവിവേദന. കടലിന്റെ പകുതിയും കരയുടെ പകുതി എത്തിയപ്പോൾ എനിക്ക് നല്ല ചെവിവേദന. അങ്ങനെ പപ്പു കിടന്നു. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ വീട്ടിലെത്തി. പിറ്റേ ദിവസമാണ്. ആമിയൊക്കെ ഉണ്ട്, ജാനും ഉണ്ട്. അവൾ വീഡിയോയിൽ വരത്തില്ല, ഞാൻ നോക്കട്ടെ എനിക്ക്. അപ്പോൾ ഫ്രണ്ട്സ് യാത്രയൊക്കെ സുഖമായിരുന്നു, നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം പിന്നെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നാട്ടിലെ വിശേഷങ്ങളായിട്ട് വീണ്ടും വരും. ടാറ്റാ. ടാറ്റ പറഞ്ഞേ. അപ്പു ടാറ്റ.